ഗുഡ് പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാടമുട്ട പെപ്പർ ഫ്രൈ ആണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ 30 കാടമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കാടമുട്ട ഇവിടെ ബോയിലായിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെള്ളം ഊറ്റി കളഞ്ഞ് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. നമ്മുടെ കാടമുട്ട ഇവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചുല്ലിനായി കട്ട് ചെയ്ത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സവോള സ്ലൈസ് ചെയ്ത്, ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാടമുട്ട കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് അല്പം ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കാടമുട്ട പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കാടമുട്ട പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.